ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ കണ്ടുവരുന്നത് സ്ത്രീകളുടെ ഏജിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിൽ കുറയുണ്ട്. ഏജിന്റെ ഇമ്പോർട്ടൻസ്, അതെ. പ്രായം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി, അതെ. ഉൽപാദന ശേഷി നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകളുടെ പ്രായം വളരെ ഇമ്പോർട്ടന്റ്. നമുക്ക് ക്ലിനിക്കലി സർപ്രൈസിങ്, നമുക്ക് വളരെ ഒരു ഇതായി തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വളരെ നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന സോഫ്റ്റ്വെയറിലുള്ള ഏറ്റവും ടോപ്പായിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം, പലരും ആയിരിക്കാം. അവർ ഈ പ്രായം കൂടി പോണത് മറന്നുപോകും. ഇൻ കേരള നമ്മൾ ക്രെഡിറ്റിന്റെ മോസ്റ്റ് ഓഫ് ദ ഗേൾസ് ആർ വെരി എഡ്യൂക്കേറ്റഡ്. നല്ല എഡ്യൂക്കേഷൻ, അവർക്ക് നല്ല നല്ല ജോലികൾ, നല്ല കമ്പനീസിൽ നല്ല പൊസിഷൻ. പക്ഷെ ഈ കാര്യം വരുമ്പോൾ അവരെ പ്രായം കൂടുന്നത്, പ്രായത്തിന്റെ ഇമ്പോർട്ടൻസ് സംഹൗ അതവരെ കിടക്കുന്നില്ല. അതിൽ പലപ്പോഴും ട്രാപ്പിൽ വരുന്ന എവിടെയാ, പുറമെ പോകും. വിദേശത്ത് പോയി അമേരിക്കയിലും യൂറോപ്പിന്റെ സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി ആയിട്ട് നമ്മളുടെ ഫെർട്ടിലിറ്റി കമ്പയർ ചെയ്യും. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ, നമ്മളുടെ സ്ത്രീകൾ, ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യൻ സബ് കോണ്ടിനെന്റിലെ സ്ത്രീകൾക്കുള്ള ഉൽപാദനശേഷി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി അതിന്റെ പീക്ക് 30-35 ഇടയിലാണ്. ഫോർ എക്സാമ്പിൾ US-ലോ അല്ലെങ്കിൽ യൂറോപ്പിലോ 40 വയസ്സിൽ ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്നതൊക്കെ വളരെ കോമൺ ആയിട്ട് കാണാം. പക്ഷെ നമ്മളുടെ സ്ത്രീകളുടെ ഉൽപാദനശേഷി അങ്ങനെയല്ല. നമ്മളുടെ ഫെർട്ടിലിറ്റി ഇത്തിരി വ്യത്യാസമുണ്ട്. അത് എന്റെ ഓൺ അഭിപ്രായമല്ല, ഇത് സ്റ്റഡീസിൽ പ്രൂവൻ. അതായത് ഫെർട്ടിലിറ്റി ഇതാണ്. ആ ഫെർട്ടിലിറ്റിയെ പറ്റിയിട്ടുള്ള അവയർനെസ് കുറയുന്നതുകൊണ്ട് പലർക്കും വളരെ പ്രോബ്ലംസ് വരുന്നത്. അവരൊരു ദിവസം ഒരു 38-39 വയസ്സാകുമ്പോൾ ഇനി ഞങ്ങൾ റെഡിയായി, ഫിനാൻഷ്യലി സെറ്റിൽ ആണ്, ഇനി ഒരു കുഞ്ഞാവാന്ന് പറയുമ്പോൾ അവരുടെ ശരീരം അതിന് വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. When the mind is ready, the body is somehow not in a position to respond. അത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഓവേരിയൻ റിസർവ് അല്ലെങ്കിൽ ഉൽപാദന ശേഷി ഓവറിലുള്ള നോക്കുമ്പോൾ ഈ ഓവേരിയൻ റിസർവ് കുറഞ്ഞു കാണാൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. പിന്നെ അസുഖങ്ങളുണ്ട് സ്ത്രീകൾക്ക് വരാന്നുള്ള ചില പ്രത്യേക, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞുള്ള അസുഖം. ഇതൊരു സ്ത്രീയുടെ ഉൽപാദന ശേഷി കുറയ്ക്കുന്നതാണ്. അതുപോലെ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം, PCOD ഇപ്പൊ അറിയാത്ത ആരുമില്ല. പെൺകുട്ടികൾ തൊട്ടിട്ട് എല്ലാവരും ഇപ്പോൾ, കാരണം ഡയഗ്നോസ്റ്റിക്സ് ഇതൊക്കെ എവിടെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, അതായത് കണ്ടുപിടിക്കാൻ പറ്റും, അതൊക്കെ നമ്മൾ എക്സലന്റ് ആണ്. പോയി സ്കാൻ ചെയ്യാൻ 5 മിനിറ്റ് എടുക്കുള്ളൂ. വേഗം പോയി സ്കാൻ ഒക്കെ ചെയ്യുക, വർഷത്തിൽ ഒരിക്കൽ ആനുവൽ ചെക്കപ്പ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഡയഗ്നോസ്റ്റിക്സിൽ പെടും. ഫൈബ്രോയിഡ്സ്, എൻഡോമെട്രിയോസിസ്, പോളിസിസ്റ്റിക് ഓവറി, all these things are often diagnosed. And then പിന്നെ നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യണം. പക്ഷെ ഈ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഇവിടെ പലപ്പോഴും വി ആർ മിസ്സിംഗ് ദ ബസ്.